നമസ്കാരം. പൂരിക്ക് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന സൈഡ് ഡിഷ് ഉരുളൻകിഴങ്ങ് കൂട്ടാൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 വലിയ ഉരുളൻകിഴങ്ങ് നടുക്കിൽ കട്ട് ചെയ്തിട്ട് ഒരു 3 വിസിൽ അടിച്ചെടുക്കാം. എന്നിട്ട് പ്രഷർ പോകാൻ വേണ്ടി സൈഡിൽ മാറ്റി വയ്ക്കാം. വേറൊരു പാനിൽ 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പിട്ട് ഉഴുന്നും പരിപ്പിനെ ഒന്ന് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉഴുന്നും പരിപ്പ് ചുവന്ന കളർ വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം ഉള്ളി നീളനായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. മീഡിയം എരിവുള്ള പച്ചമുളകാണ്. 1/2 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഉള്ളീനെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയുടെ കളറ് ഒട്ടും മാറരുത്, അപ്പോഴാണ് കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. ഉള്ളി വാടാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഉള്ളി വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഏകദേശം ഒരു 500 ml. എന്നിട്ട് നമുക്കൊന്ന് തിള വരുന്നവരെ നമുക്ക് ഫ്ലെയിം ഹൈ ആക്കി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ മാറ്റി കുറച്ച് കട്ടകളോടെ കൂടെ ഇതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് മാവ് പോലെ പൊടിച്ചിടരുത്, കുറച്ച് കട്ടകൾ ഉണ്ടായാലേ ടേസ്റ്റി ഉണ്ടാവുള്ളൂ. പിന്നെ വെള്ളം അധികം ആവരുത്, മീഡിയം തിക്നെസ് ആയിരിക്കണം. കൂടുതൽ വെള്ളം പോലെ ആവരുത്. പൂരിക്ക് നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ അതേപോലെ കട്ടിയും ഉണ്ടാവരുത്. അപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം ഒരു മീഡിയം തിക്നെസ് ആയിരിക്കും, അധികം വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ പാകത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് തിളച്ചതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പൂരിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉരുളൻകിഴങ്ങിനെ ഒരു 3 വിസിലടിച്ചാൽ ഒരുവിധം ഉരുളൻകിഴങ്ങൊക്കെ വെന്ത് കിട്ടും. ചിലപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ചില ഉരുളൻകിഴങ്ങ് വെന്തിട്ടില്ല എന്ന് വെച്ചാൽ ഒരു 2 വിസിലും കൂടി കൂടുതൽ അടിക്കാം. പിന്നെ നമ്മൾ ഉള്ളീനെ വാട്ടിയെടുക്കാനേ പാടുള്ളൂ, ഒട്ടും കളർ മാറരുത്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഉള്ളി വാടിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൂടുതലിടരുത്, 1/4 ടീസ്പൂണിനെക്കാട്ടിലും അധികം ഇട്ടാൽ അപ്പോഴും കൂട്ടാൻ്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ടാവും, മഞ്ഞൾ കൂടിപ്പോയാൽ. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഉള്ളിയും ഉരുളൻകിഴങ്ങിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ ഉരുളൻകിഴങ്ങ് കൂടുതലായിരിക്കണം. ഉള്ളി കൂടുതലാകുമ്പോൾ കൂട്ടാൻ മധുരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചില ഉള്ളി ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഞാൻ 3 വലിയ ഉരുളൻകിഴങ്ങും 3 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉരുളൻകിഴങ്ങിൻ്റെ റേഷ്യോ ക്വാണ്ടിറ്റിയാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് പൊടിച്ചിട്ട് ഇടുമ്പോൾ കുറച്ച് കട്ടകളോടെ കൂടെ ഇട്ടാൽ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. മാവ് പോലെ പൊടിച്ചിട്ട് ഇടരുത്. പിന്നെ നമ്മൾ കൂട്ടാൻ്റെ കട്ടി വന്നിട്ട് കൂടുതൽ വെള്ളം പോലെ ഉണ്ടാവാൻ പാടില്ല, കൂടുതൽ കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് പൂരിക്ക് കറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് കൂട്ടാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.